എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇന്ന് നമ്മൾ എമ്പുരാൻ കാണാൻ വേണ്ടിയിട്ട് എലമെൻറ്റ്സ് മോളിലേക്കാണ് വന്നിരിക്കുന്നത്. എലമെൻറ്റ്സ് മോളിനെ പറ്റിയിട്ട് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മിക്ക ഫോട്ടോസ് ആണെങ്കിലും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ എലമെൻറ്റ്സ് മോളിൽ വെച്ചിട്ടുള്ളതാണ് കൂടുതലും ഉണ്ടായിട്ടുള്ളത്. കാരണം പി ജിയുടെ തൊട്ടടുത്താണ്. മൂവി കാണാനുള്ള എക്സൈറ്റ്മെൻ്റ് കൊണ്ട് നേരെ പി വി ആറിലേക്ക് തന്നെയാണ് കേട്ടോ വന്നത്. ഞാൻ വേറെ ഷോപ്പിങ്ങിന് ഒന്നിനും പോയില്ല, ഡയറക്റ്റ് മൂവി കാണാൻ തന്നെയാണ് വന്നത്. ആദ്യം മൂവി കണ്ടിട്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എന്നൊക്കെ വിചാരിച്ചു. ലൂസിഫർ പാർട്ട് 1 ഞാൻ തിയേറ്ററിൽ വെച്ചിട്ട് തന്നെയാണ് കണ്ടത്. അത് ഞാൻ പൂനെയിൽ നിന്നാണ് കണ്ടത്. പാർട്ട് 2 ഇപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് കാണുന്നത്. പാർട്ട് 3 ഇനി എവിടെ നിന്നായിരിക്കും കാണാൻ എനിക്കറിയില്ല. എൻ്റെ മൂവി കാണാനുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എൻ്റെ മുഖത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. ബാംഗ്ലൂർ ആയതുകൊണ്ട് അധികം റഷൊന്നും ഉണ്ടാവില്ല എന്നായിരുന്നു ഞാൻ കരുതിയത്. പക്ഷേ തിയേറ്റർ ഫുള്ളായിരുന്നു കേട്ടോ. ഒന്നും പറയാൻ വയ്യ. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി മൂവി അടിപൊളിയായിരിക്കുന്നു. മൂവി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ സ്ഥിരം കലാപരിപാടി. ഒരു മിറർ കണ്ടാൽ ഞാൻ ഫോട്ടോ വീഡിയോ എടുക്കാണ്ട് വിടാറില്ല. ഫോട്ടോ ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഞാനപ്പോൾ എമ്പുരാൻ മൂവി കണ്ട് പുറത്തിറങ്ങിയതേ ഉള്ളൂ. അപ്പം തന്നെ നിങ്ങളോട് മൂവിയുടെ റിവ്യൂ പറയാമെന്ന് വിചാരിച്ചു. മൂവി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആക്ഷൻ ത്രില്ലറാണ്. യൂഷ്വലി ആക്ഷൻ ത്രില്ലറൊന്നും അത്ര ഇഷ്ടമല്ലാത്ത ആളാണ് ഞാൻ. പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. കാരണം ആ ഒരു ഞാൻ മൂവിയുടെ സ്പോയിലറാണെന്ന് വിചാരിക്കുന്നില്ല കേട്ടോ. എന്നാലും ഒരു റഫായിട്ട് ഞാൻ പറയാം. മോഹൻലാലിൻ്റെ എൻട്രിയും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ആ ഒരു വൈബ് നമുക്ക് തിയേറ്ററിൽ മാത്രമേ കിട്ടുള്ളൂ. നമ്മളത് OTTയിൽ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടില്ല. ഞാൻ പിന്നെ മഞ്ജു വാര്യർ ഫാനാണ് കേട്ടോ. മഞ്ജു വാര്യരുടെ പൃഥ്വിരാജിൻ്റെ ഫാനാണ് വേറെ കാര്യം. എന്നാൽ കൂടി തന്നെ മഞ്ജു വാര്യരുടെ അപ്പിയറൻസ് ആയാലും അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മഞ്ജു വാര്യരുടെ ആക്ടിങ് ആയാലും ഒക്കെ മൊത്തത്തിൽ എനിക്ക് മൂവി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പാർട്ട് 1 മാതിരി തന്നെ പാർട്ട് 2 അതേമാതിരി തന്നെയാണ്. പൊളിറ്റിക്കൽ ബേസ്ഡ് ആയിട്ട് തന്നെയാണുള്ളത്. പക്ഷേ നമുക്ക് അഭിമാനിക്കാനുള്ള കുറേ കാര്യങ്ങളുള്ള മാതിരി എനിക്ക് തോന്നി. അതുകൊണ്ടാണ് എനിക്ക് മൂവി ഇഷ്ടപ്പെടാൻ കാരണം. നല്ല സ്റ്റോറി ആയിരുന്നു. പിന്നെ പൃഥ്വിരാജിൻ്റെ ഡയറക്ഷൻ ഒന്നും പറയാൻ വയ്യ. അതെനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു. പിന്നെ ബാക്കിയുള്ള ഗസ്റ്റ് റോൾസ് ആണെങ്കിൽ ഒന്നിലൊന്ന് ഭയങ്കര മെച്ചപ്പെട്ടതാണ്. ഒരു മലയാളം മൂവി എന്നല്ല എനിക്ക് തോന്നിയത്, ഒരു ഹോളിവുഡ് മൂവി കാണുന്ന മാതിരിയാണ് എനിക്ക് തോന്നിയത്. ഓൾമോസ്റ്റ് ഒരു ഹാഫ് ഒരു ഹിന്ദി ആണ്, എന്നാലും നമുക്ക് ഇഷ്ടപ്പെടും മൂവി. തിയേറ്ററിൽ വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഇഫക്റ്റും ആ മൂവി ഒരു ആക്ഷൻ മൂവി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഇഫക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യണം. OTTയിൽ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇഫക്റ്റ് ഉണ്ടാവില്ല. അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. മൂവി പ്രൊമോ ഒന്നുമല്ല, ജസ്റ്റ് ഒരു റിവ്യൂ ഇടണമെന്ന് തോന്നി. ഏത് ലാംഗ്വേജുള്ള ആൾക്കാർക്കും കാണാമെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു ഹാഫ് ഹിന്ദിയാണ്. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ കുറേ മാസ് ഡയലോഗ്സൊക്കെ ഉണ്ട്. അതാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം മലയാളത്തിൽ മാത്രമല്ല, മൂവി തെലുഗുവിൽ കണ്ടിട്ടുണ്ടെങ്കിലും തമിഴിൽ കണ്ടാലും ഹിന്ദിയിൽ കണ്ടിട്ടുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ലാംഗ്വേജിൽ കണ്ടതായിട്ടേ തോന്നുള്ളൂ. അല്ലാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മലയാളത്തിൽ നിന്ന് നമ്മൾ ഡബ് ചെയ്താണ് അങ്ങനെ തോന്നുകയില്ല. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരുത്താം. നല്ല മൂവിയാണ്, എല്ലാവരും പോയി കാണാം. മൂവി കഴിഞ്ഞപ്പോഴേക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ എലമെൻറ്റ്സ് മോളിൻ്റെ ഫുഡ് കോർട്ടിൽ പോയി ബർഗർ കിങ്ങിന് ബർഗർ ഓർഡർ ചെയ്തു. ഈ ഒരു വെജ് ഫിംഗേഴ്സ് ഫ്രീ ആയിട്ട് കിട്ടിയതാട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബർഗർ കിങ്ങിൻ്റെ ആപ്പ് വഴി നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള നമുക്ക് റിവാർഡ് പോയിൻറ്റ്സ് അതിൻ്റെ അകത്ത് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. 1000 റിവാർഡ് പോയിൻറ്റ്സിൽ മുകളിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ബർഗറോ ഫ്രൈസോ ഫിംഗേഴ്സോ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് ഓർഡർ ചെയ്യാൻ പറ്റുന്നതാണ്. ചിക്കൻ ബർഗർ ഓൾറെഡി ഞാൻ ഓർഡർ ചെയ്തതുകൊണ്ട് ഞാൻ വെജ് ഫിംഗേഴ്സാണ് ഓർഡർ ചെയ്തത്. അതിനുശേഷം വാനില സോഫ്റ്റ് കേക്ക് കഴിച്ചു തിരിച്ചു പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ.